പാലിയേക്കരയിൽ പൊതുജനങ്ങൾക്ക് നൽകിയ എല്ലാ സേവനങ്ങളും നിർത്തിവെച്ച് കരാർ കമ്പനി. ആംബുലൻസ് സേവനം ഉൾപ്പെടെയാണ് നിർത്തിവെച്ചത്. ടോൾ പുനഃസ്ഥാപിക്കുന്നതുവരെ ഒരു സേവനങ്ങളും നൽകേണ്ടതില്ല എന്നാണ് ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ തീരുമാനം. സൂരജ് സജി തൃശ്ശൂരിൽ ചേരുന്നു. സൂരജ്, വരുമാനമില്ലെങ്കിൽ സേവനവും വേണ്ട, ഇതാണ് അവരുടെ റിവഞ്ച്. എന്താണ് വിശദാംശങ്ങൾ? സുഹൈൽ, തീർച്ചയായും ഒരു പ്രതികാര നടപടിയാണ് ഇപ്പോൾ ഈ കരാർ കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നതെന്ന നിസ്സംശയം പറയാം. കഴിഞ്ഞ ആഴ്ചയാണ് ഹൈക്കോടതി ഇടപെട്ടുകൊണ്ട് ഈ നാഷണൽ ഹൈവേയിലെ ഗതാഗത കുരുക്കിനെ തുടർന്ന് ഈ ടോൾ പിരിവടക്കം നിർത്തിവെച്ചത്. ഒരു മാസത്തേക്ക് ദേശീയപാതയിലെ ഈ ടോൾ പിരിവ് നിർത്തിവെക്കുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് കരാർ കമ്പനി പൊതുജനങ്ങൾക്ക് നൽകിയിരുന്ന സേവനങ്ങൾ നിർത്തിവെച്ചിരിക്കുന്നത്. ഈ ദേശീയപാതയിൽ എവിടെയെങ്കിലും ഒരു അപകടമുണ്ടായാൽ അത് ഈ കരാർ കമ്പനിയുടെ ആംബുലൻസ് വിട്ടാണ് അവർ ഈ ആശുപത്രിയിലേക്ക് അടക്കം മാറ്റുന്നത്. ആ ആംബുലൻസ് സേവനം നിർത്തിവെച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ റോഡ് മെയിൻ്റനൻസ് ഈ കരാർ കമ്പനിയാണ് ചെയ്യേണ്ടത്. അങ്ങനെ തുടങ്ങി അടിസ്ഥാനപരമായി പൊതുജനങ്ങൾക്ക് ഒരുക്കേണ്ട എല്ലാ സേവനവും നിർത്തിവെക്കുകയാണെന്നുള്ളതാണ് കരാർ കമ്പനി അറിയിക്കുന്നത്. ഇനി ടോൾ പിരിവ് പുനരാരംഭിച്ചാൽ മാത്രമായിരിക്കും പൊതുജനങ്ങൾക്കുള്ള സേവനം ലഭ്യമാക്കുക എന്ന ഒരു പ്രതികാര നടപടിയിലേക്ക് കൂടി ഇപ്പോൾ കരാർ കമ്പനി കടന്നിരിക്കുന്നു. സുഹൈൽ, സൂരജ്, ഈ കരാർ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഈ സേവനമൊക്കെ ഒരു ഉപകാരസ്മരണ മാത്രമായിരുന്നോ? പണം ഉണ്ടാക്കുന്നതിന് ഉപകാരസ്മരണ? സുഹൈൽ, ഇത് സംബന്ധിച്ച് നേരത്തെ മുതൽ ഉയരുന്ന ആരോപണം ഈ കമ്പനി ചിലവഴിച്ചതിലും ഇരട്ടി തുക ഇതിനോടകം തന്നെ ഈ കമ്പനി ഇവിടെ നിന്ന് ടോൾ പിരിവായി നേടി എന്നുള്ളത് ഈ പൊതുപ്രവർത്തകരടക്കം പലകുറി ആരോപണം ഉന്നയിക്കുന്നതാണ്. അങ്ങനെ വലിയ ലാഭം കൊയ്യുന്നതിനിടയിലാണ് ഈ ഒരു മാസത്തേക്ക് ജനങ്ങൾക്ക് നൽകേണ്ട സേവനം ഹൈക്കോടതി ഇടപെട്ടുകൊണ്ട് ഈ ടോൾ പിരിവ് നിർത്തിവെച്ച പശ്ചാത്തലത്തിൽ കമ്പനി നിഷേധിക്കുന്നത്. അത് തീർത്തും ഒരു പ്രതികാര നടപടി എന്ന് മാത്രമല്ല, പൊതുജനങ്ങളോടും പൊതുസമൂഹത്തോടുമുള്ള വെല്ലുവിളി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത്തരമൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ ദേശീയപാതയിലൊക്കെ ഒരു അപകടം ഉണ്ടായാൽ ആദ്യം എത്തുക ഈ കരാർ കമ്പനിയുടെ ആംബുലൻസ് ആണ്. അത് അവർ ചെയ്യണമെന്ന് നിയമപരമായി തന്നെ ഈ കരാർ വെക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഈ ഹൈക്കോടതി ഇപ്പോൾ ഈ ടോൾ പിരിവ് നിർത്തിവെച്ചത് ഈ ഗതാഗത കുരുക്ക് കാരണമാണ്. അത് ടോൾ പിരിവ് മാത്രമാണ് നിർത്തിവെച്ചത്. ഈ ടോൾ പിരിവ് നിർത്തിവെച്ച പശ്ചാത്തലത്തിൽ ഇനി തങ്ങൾ അനുബന്ധ സേവനങ്ങൾ നൽകില്ല എന്നൊരു നിലപാടാണ് കമ്പനി സ്വീകരിക്കുന്നത്. ഇത് സംബന്ധിച്ച് നമ്മൾ കമ്പനി അധികൃതരുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്, ഞങ്ങളുടെ ജീവനക്കാരെ എല്ലാം തന്നെ ഈ ടോൾ പിരിവ് നിർത്തിവെച്ചതോടെ പറഞ്ഞുവിട്ടു. അതിനാൽ തന്നെ ഈ സേവനങ്ങളൊന്നും തങ്ങൾക്ക് ലഭ്യമാക്കാൻ കഴിയില്ല എന്ന വിചിത്ര നടപടിയാണ് ഇപ്പോൾ കമ്പനി ഇത് സംബന്ധിച്ച് നമ്മളോട് പറയുന്നത്. എന്തായാലും കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത നടപടിയാണ് എന്ന നിസ്സംശയം പറയുകയും ചെയ്യാം. ഇന്നലെയൊക്കെ വലിയ ഗതാഗത കുരുക്കായിരുന്നു ഈ ദേശീയപാതയിൽ ഉടനീളം ഉണ്ടായിരുന്നത്. മണിക്കൂറുകൾ നീളുന്ന ഗതാഗത കുരുക്ക്. അതേ തുടർന്നായിരുന്നു ഒരു ഹൈക്കോടതിയുടെ ഇടപെടൽ പോലും ഉണ്ടായത്. സുഹൈൽ, ടോളില്ലെങ്കിൽ പണം പിരിക്കുന്നില്ലെങ്കിൽ സേവനവുമില്ല എന്നാണ് കരാർ കമ്പനിയുടെ വിശദീകരണം. എന്തായാലും ആംബുലൻസ് അടക്കമുള്ള പൊതുജനങ്ങൾക്ക് നൽകിപ്പോരുന്ന സേവനങ്ങൾ ഒറ്റയടിക്ക് പ്രതികാര നടപടി എന്നോണം നിർത്തിവെച്ചിരിക്കുകയാണ്. സൂരജാണ് വിശദാംശങ്ങൾ നൽകിയത്.